താരൻ്റെ പ്രശ്നത്തിനും അതുപോലെ തലയോട്ടിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ അതുപോലെ ചെറിയ ചൊറിച്ചൽ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ അറിയാലോ, ഞാൻ എൻ്റെ എല്ലാ ഹെയർ പാക്കിലും ഞാൻ അധികവും ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മുടിക്ക് നല്ല സിൽക്കി ആവാൻ വേണ്ടിയിട്ടാണ് ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തലയിലുണ്ടാവുന്ന താരൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റിത്തരാനും അതുപോലെ ചൊറിച്ചിൽ, തലയോട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, അതുപോലെ പുതിയ മുടി കിളിർത്ത് വരാൻ ഒക്കെ ഈ ഒരു പാക്ക് നല്ല അടിപൊളിയാണ്. അപ്പോൾ അതാ ചെമ്പരത്തിപ്പൂ ഒക്കെ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തൈരാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു 3-4 സ്പൂണ് തൈര്, നമുക്ക് എത്രത്തോളം പാക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 3-4 സ്പൂണ് എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാതെ നമ്മൾ പാക്ക് അപ്പടി തലയിൽ യൂസ് ചെയ്യാൻ പാടില്ല. താരൻ്റെ പ്രശ്നങ്ങളൊക്കെ അധികമാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്, അപ്പടി യൂസ് ചെയ്യരുത്. അരിച്ചെടുത്തിട്ട് മാത്രം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. നന്നായി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ പാക്കിലും ഉപയോഗിക്കുന്നത് പോലെ തന്നെ, പാക്ക് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മുടിയുടെ ചിക്കൊക്കെ പോക്കി നന്നായിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുക്കുക. എണ്ണ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒരിത്തിരി അല്പം എണ്ണ മതി, അത് നന്നായിട്ട് തേച്ച് കൊടുക്കുക തലയിൽ.
അപ്പോൾ ഇതാ എണ്ണയൊക്കെ തേച്ച് ഞാൻ പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് തലയിലേക്ക്. സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നമ്മൾ പാക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഒരു ചെറിയ മസാജിങ് ഒക്കെ കൊടുക്കുക. മുടിയിലധികം തേക്കണം എന്നില്ല, മുടിയിലേക്ക് അതങ്ങ് എത്തിക്കോളും. പിന്നെ എന്താ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ്. തണുപ്പ് അധികം പറ്റാത്തവർ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരും ടാറ്റാ ബൈ ബൈ.